നമസ്കാരം. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ മഹാനഗരം. മുംബൈയിൽ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഹരി വിപണിയാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇന്ന് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇമെയിൽ ഐഡിയിലേക്കാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടായത്. RDX ഉപയോഗിച്ചിട്ടുള്ള 4 ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി അത് പൊട്ടിത്തെറിക്കും എന്നുമായിരുന്നു അതിലെ സന്ദേശം. തീർച്ചയായും നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് നേരെയാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു ഭീഷണിയും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ ഭീഷണി വ്യാജമാണ് എന്ന് ഉറപ്പിക്കാമെങ്കിൽ കൂടി അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ ആരും തയ്യാറായില്ല. പോലീസിനെ അധികൃതർ വിവരമറിയിക്കുന്നു. പോലീസ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളിൽ വളരെ വിശദമായ പരിശോധന തന്നെ നടത്തുന്നു. ഏറ്റവും ഒടുവിലായി ഈ ഭീഷണി വ്യാജമാണ് എന്ന് കണ്ടെത്തുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രസകരമായ വസ്തുത എന്ന് വെച്ചാൽ, കോമ്രേഡ് പിണറായി വിജയൻ എന്ന ഒരു ഇമെയിൽ ഐഡിയിൽ നിന്നാണ് ഈ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോമ്രേഡ് പിണറായി വിജയനിൽ നിന്നും ഇതാദ്യമായിട്ടല്ല ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് അല്ല എങ്കിൽ കൂടി ഇതിനു മുമ്പും കോമ്രേഡ് പിണറായി വിജയൻ എന്ന ഇമെയിൽ വിലാസത്തിൽ 1-2 തവണ കേരളത്തിൽ തന്നെ പല സ്ഥാപനങ്ങൾക്ക് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായി എന്ന് കാണപ്പെടുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കാലത്തൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. അത് രാജ്യത്തെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ വിമാന കമ്പനികൾക്ക് നേരെയും വിമാനങ്ങൾക്ക് നേരെയും ഒക്കെയാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുള്ളത്. അത് രാജ്യത്തിന് വലിയ തലവേദന ഉണ്ടായിട്ടുണ്ട്. എയർലൈൻ ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ നഷ്ടം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ബോംബ് ഭീഷണി കാരണം ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും ഈ ബോംബ് ഭീഷണി ഈ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വിമാനത്തിന് നേരെയാണ് ഉണ്ടാകുന്നത്. അതായത് യാത്രക്കാരെത്തി ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന യാത്രാ വിമാനങ്ങൾക്ക് നേരെയാണ് നിരവധി ബോംബ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴെല്ലാം യാത്രക്കാരെ തിരിച്ചിറക്കുന്നു. പറന്നു തുടങ്ങിയ വിമാനങ്ങൾക്ക് പോലും ബോംബ് ഭീഷണി ഉണ്ടായ സാഹചര്യം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തിരിച്ചിറക്കുന്നു, പിന്നീട് യാത്രക്കാരെ ഇറക്കുന്നു, അതിനുശേഷം വിശദമായ പരിശോധന നടത്തുന്നു. ഈ പരിശോധനയ്ക്കൊടുവിലൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനങ്ങൾ പലതും യാത്ര തിരിക്കുന്നത്. പല വിമാനങ്ങളും യാത്ര റദ്ദാക്കിയിട്ടുമുണ്ട്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് രാജ്യത്തിന് വരുത്തി വച്ചിട്ടുള്ളത്. ഈ വിമാനങ്ങൾക്ക് മാത്രമല്ല, സർക്കാർ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ ഇവയ്ക്കൊക്കെ പലതരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുക എന്നത് ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടായത്. കൊച്ചി വിമാനത്താവളത്തിലടക്കം നിരവധി ഭീഷണികൾ ഇത്തരത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. ഇതിന് പിന്നിൽ ചില വിദേശ കരങ്ങളുണ്ട് എന്നും പല ഘട്ടങ്ങളിലും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കാരണം പല ഭീഷണി സന്ദേശങ്ങളുടെയും ഉറവിടം വിദേശത്ത് നിന്നാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നേരെ ഉണ്ടായിട്ടുള്ള ബോംബ് ഭീഷണിക്ക് പിന്നിലുള്ള ആ പിണറായി വിജയൻ ആരാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. എന്തായാലും ഇത്രയും നാൾ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം നേരത്തെയും ഈ ഇമെയിൽ ഐഡിയിൽ നിന്നും കേരളത്തിൽ പലയിടങ്ങളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടും ഈ പിണറായി വിജയൻ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുംബൈയിലെ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മുംബൈ പോലീസ് കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ബോംബ് ഭീഷണിക്ക് പിന്നിലൊരു മലയാളിയാണ് എന്ന് വ്യക്തമാണ്. അതായത് പിണറായി വിജയൻ നക്സലൈറ്റുകളെക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. പിണറായി വിജയൻ മറ്റ് പല ലഹരി മാഫിയക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയനെ വധിക്കുമെന്നൊക്കെ പറഞ്ഞ് ബോംബ് ഭീഷണി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ ആരാണ് ഈ കോമ്രേഡ് പിണറായി വിജയൻ എന്ന ഇമെയിൽ ഐഡിക്ക് പിന്നിൽ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ മുംബൈ പോലീസ് ഈ പിണറായി വിജയനെ കണ്ടെത്തുമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.